ഹലോ, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോണേണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ശിവമോനും മാത്രമേ ഉള്ളൂ, ഉണ്ണിച്ചേട്ടനില്ല. അപ്പം ഞങ്ങൾ ശിവയുടെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ചേട്ടന് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനാണ് അവനെ കൊണ്ടുപോകണം. അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അവനെ കൊണ്ട് പോകണതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് വല്ലാത്ത ടെൻഷൻ. അപ്പം ചേച്ചിയും കൂടി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ചേച്ചിയുടെ അവിടെ ഹോസ്പിറ്റലിൽ വിട്ടില്ല, അവർ ലീവ് കൊടുത്തില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കാതിരുന്ന എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എവിടെയാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപാണ് പോണത്. പക്ഷെ അവൻ അറിഞ്ഞുകൂടാ ലക്ഷദ്വീപാണ് പോണത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞേക്കുന്നത് ഗോവയാണ്. ശിവ, എടാ നമ്മളെവിടെയാണ് പോണ ട്രിപ്പ്? യെസ്, ഗോവക്ക് പോകാൻ വേണ്ടി. അപ്പം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ എന്നോട് കുറേ ചോദിച്ചു, അമ്മ എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഗോവ. ഞാൻ ഓൾറെഡി ഗോവയിൽ പോയിട്ടുണ്ട്, അപ്പോൾ ഗോവ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ രാത്രി എന്നോട് ചോദിക്കുകയാണ്, അമ്മേ അത്രയും ദൂരമുള്ള സ്ഥലത്ത് പോകണം, നമുക്ക് അടുത്ത് വല്ലതും പോയാൽ പോരെയെന്ന്. എന്നാൽ പിന്നെ പറഞ്ഞാൽ പോരെ, വല്ല ആവശ്യമുണ്ട്, ഈ പൈസകളുടെ ആവശ്യമുണ്ടാ ചെറുക്കൻ. എന്നിട്ട് പിന്നെ അതേ പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെയാണ് തരുന്നത്, മനസ്സിലാവുന്നോ? ഇനി അത് തിരിച്ചടിച്ചേക്കാം. ഒരു മിനിറ്റ്. അതെ, ഈ ഡ്രസ്സാണ് തരുന്നത്. ഈ ഒരു പാൻറ്റും ഈ ഒരു ടോപ്പും കേട്ടോ. പിന്നെ എൻ്റെ മുടി വെട്ടി ഗൈസ്, ഞാനത് കാണിക്കാൻ മറന്നു. ഇത് മുടി വെട്ടി കൊള്ളാമല്ലേ? എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വാല് പോലെ കിടന്നിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, വാല് പോലെയാണ് ചേച്ചി, ഒന്ന് തുമ്പ് വെട്ടുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ കുറച്ച് വെട്ടി വി ഷേപ്പിലാണ് വെട്ടിയത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തണം. നല്ല ഭംഗിയിൽ ഞാൻ തിരിഞ്ഞൊക്കെ വന്നൊരു വീഡിയോ ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉൾപ്പെടുത്താം. ഓക്കെ. അപ്പം ഭക്ഷണം ഒന്നും ആക്കിയിട്ടില്ല രാവിലെ തന്നെ, കാരണം പിന്നെ പാത്രം കാണാം. പിന്നെ അത് എൻ്റെ അമ്മച്ചി എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊറോട്ട മേടിച്ചാൽ ഉച്ച വരെ നിന്നോളൂല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പെട്ടിയൊക്കെ പകുതി പാക്ക് ചെയ്ത്, എവിടെ പെട്ടി, വേറെ പെട്ടി, ഓക്കെ അതൊക്കെ പകുതി പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ശിവ അവിടെ നിന്ന് ഷൂവൊക്കെ ഇടുകയാണ്. പുതിയ ഷൂവൊക്കെ ഇന്നലെ പോയി മേടിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ ഷൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് എന്താവുന്ന കാണാം. എയർപോർട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോണത്. എയർപോർട്ടിൽ ചെന്നിട്ടപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. എൻ്റെ പൊന്നോ, ശിവക്ക് ഈ എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ ദാഹം വരും. അപ്പോൾ എന്താണ് ശിവ മേടിച്ചത്? 7up അല്ലേ? എന്തെങ്കിലും അത് മേടിച്ച് ഞങ്ങൾ ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങടാണ് ചായവ്? അങ്ങോട്ട് ചായ ഉണ്ടാദ്യം. ഈ ഓരോ ടോയ്സ് ഹൗസൊക്കെ കാണുമ്പോഴില്ലേ, അവൻ അങ്ങോട്ട് ഒരു ചായവ് വരുന്നു ഗൈസ്. അത് തെറ്റാണോ? ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇടാൻ മറന്നുപോയി, ടെൻഷൻ അടിച്ചിട്ട്. ലിപ്സ്റ്റിക്കൊക്കെ ഇനി ഇടണം. അവിടെ ചെന്നിരുന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇടാം. ലിപ്സ്റ്റിക്ക് ഇടാണ്ടാണ് പോകുന്നത്. മുടിയൊക്കെ ഇങ്ങനെ വെച്ച് ആളൊക്കെയൊക്കെ കെട്ടി വെച്ചേക്കാണ്. അഴിച്ചൊന്നും ഇട്ടില്ല ടെൻഷൻ കാരണം. പിന്നെ അവിടെ ഗേറ്റ് കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ ഗേറ്റ് അന്വേഷിച്ച് വർത്താനം പറഞ്ഞ് മുകളിലോട്ട് കയറിപ്പോയി. പക്ഷെ താഴെ ഇരുന്നു. അതെ, ഇനിയിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അവശതയെ ടെൻഷൻ അടിച്ച്. എയർപോർട്ടിൽ വന്നാൽ ശിവ 7up കുടിക്കുക. അല്ല ശിവ, അങ്ങനെ മിഠായി എന്തോരു മിഠായി മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടോ? ഒരു വെള്ളം മേടിക്കാൻ കയറിയതാണ്. അപ്പോൾ അവന് 7up വേണം. അതെ, 7up കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മിഠായിയും കൂടി മേടിച്ചപ്പോഴേക്കും നന്നായി. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനമായത് ഗേറ്റിൽ വന്നിരുന്നതിന് ശേഷം. കാരണം ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ചേച്ചിക്ക് ലീവ് കിട്ടിയില്ല. അപ്പോൾ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ടെൻഷനായിരുന്നു, കാരണം ഇവനെ കൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമാധാനമായി. ഇപ്പം ഓക്കെ ഇവന്. ഇനിയിപ്പോൾ അവിടെ എത്തിയാൽ ഓക്കെ ആവും. ശിവക്ക് എന്താ പറയാനുള്ളത്? നമ്മളെവിടെയാണ് ഇപ്പോൾ പോകുന്നത്? നമ്മൾ പോകുന്നത് ലക്ഷദ്വീപാണ്. നമ്മൾ ലക്ഷദ്വീപോടെ ഇവന് മനസ്സിലായില്ല. എൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ഇവൻ എൻ്റെ പുറയിൽ നിൽക്കുകയല്ലേ. ബോർഡിങ് പാസ് എടുക്കാനാണെങ്കിലും എല്ലാം എന്താണെങ്കിലും. അപ്പോൾ ഇവന് മനസ്സിലായില്ല. ഇപ്പോഴാണ് ഇവന് മനസ്സിലായത്. സന്തോഷമാണ്, ഹാപ്പിയാണ്. അപ്പോൾ
ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ ഇനി കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളത് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ടാണ്. ഇനി എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ലക്ഷദ്വീപ്. ഈ മിഠായിക്ക് 225 രൂപ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഒരു വെള്ളം മേടിക്കാൻ വെറുതെ കയറിയതാണ്. 225 രൂപയും എത്ര നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കായിരുന്നു. ഈ മിഠായി അനസിക്കട കടയിലാണെങ്കിൽ വെടിമറയില്ല, സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഇല്ലേ ഒരു 10 രൂപ കിട്ടുന്ന മിഠായിയാണ് 225 രൂപ കൊടുത്ത് മേടിച്ചത്. ഹൗസേ മറിയ പത്രോസേ നൊഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫ്ലൈറ്റ് എടുത്തിട്ട് ഭയങ്കര കുലുക്കുമായിരുന്നു ഗൈസ്. അപ്പൊ അതിന്റെ ടെൻഷനാണ് അവന്റെ മുഖത്ത് കാണുന്നത്. എനിക്ക് കേട്ടത് ചിരിയാണ് വന്നത്. എന്റെ ചെവി അടഞ്ഞമ്മേ. കുഴപ്പമില്ലടാ, അത് മോഡിലോട്ട് പോകുമ്പോഴേ ചെവി അടയാനാണ്. ഇത്തിരി വെള്ളം കുടിക്ക് അമ്മേ. ഈ മേഘത്തുമ്പോ നിക്കാൻ പറ്റോ? നിക്കാൻ പറ്റും. നിന്ന് കഴിഞ്ഞാൽ ഉരുണ്ട് അടിച്ച് താഴേല് വീഴും, തലയും പൊളിയും. കുഴപ്പമുണ്ടാ? നല്ല രസമുണ്ടല്ലേ ശിവ, ദൂക്കിയടാ. അയ്യോ അടിപൊളിയല്ലേ? അയ്യോ എന്താണ് കുലുങ്ങിയത്? അയ്യോ വയ്യായേ. ഏതാ നോക്കിയടാ, ദാറ്റ തൂക്കി. അയ്യോ എന്തുവാ? ഇത് നന്നാവും. ഉൾക്കവിനൊന്നല്ല. അങ്ങനെ ലക്ഷദ്വീപ് എത്തി. എടാ നോക്കിയടാ, അതെ പിടിച്ചിരുന്നു. मानव आप कर सकते हैं। कुर्सी की बेटी बाने का सफेद रहने तक अपने स्थान पर बैठे समान कक्ष को ഇനിയാണ് ഈ വെള്ളത്തിലത് കുളിക്കാൻ പോണം. 4 ദിവസം इस विमान के कप्तान अभाव इसमें कैंपर वालों the overhead compartment and ensure that you have taken all your personal belongings to complete flight and we look forward to welcoming you. എന്താ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അല്ലേ? എന്താടാ എന്തിനാ കരയണേ? നീ 4 ദിവസം ഇവിടെ അടിച്ചൊളിക്കാൻ പോണം കേട്ടാ. അടിപൊളി സ്ഥലമാണ് കേട്ടാ. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒക്കെ വന്ന് കാണണം കേട്ടാ. ശരിക്കും നീപ ചേച്ചിക്ക് ഇത് ഭയങ്കര ഒരു മിസ്സിങ് ആയി പോവും. കാരണം അത്രയും നല്ല സ്ഥലമാണെന്നേ, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളെ കൂട്ടാൻ വണ്ടിക്ക് ആൾ വന്നിരുന്നു. അപ്പം ഇവിടെയും കടല്, അപ്പുറം കടല്, അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലം. നല്ല രസമുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട്? ഇവിടേക്ക് നോക്കിയേ, ഒന്ന് നോക്കൊക്കെ ഒന്ന് കാണട്ടെ. ഞങ്ങളുടെ കോട്ടേജിന്റെ അവിടെ എത്തിയേ. രാത്രിനകത്ത് കിടന്നുറങ്ങിയാലേ നമുക്ക് രണ്ടുപേരും കൂടി. ഇവിടെ പട്ടിയും പൂച്ചയും പാമ്പും ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന്. മണ്ണെടുക്കണം. ആദൂനും അല്ല തുമ്പിക്കും. എടാ അത് ബീച്ചിന്റെ സൈഡല്ലേ, കണ്ടാ? ഞങ്ങളുടെ റൂം ഇതാ ഈ ഒരു ബീച്ചിന്റെ തൊട്ടരികത്താണ്. ആ ഫസ്റ്റ് കാണുന്ന കോട്ടേജാണ് ഞങ്ങളുടെ. ഒരു മിനിറ്റ് ശിവ. ഫസ്റ്റ് കാണുന്ന കോട്ടേജാണ് ഞങ്ങളുടെ കേട്ടാ. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. രാത്രി ഞങ്ങൾക്ക് ഇവിടേക്ക് ഇരിക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. എന്തൊരു നീല വെള്ളമാണെന്നാ. നീല എന്ന് പറഞ്ഞാൽ ഭയങ്കര നീല വെള്ളമാണ്. നമ്മുടെയൊക്കെ വെള്ളം അങ്ങനെയാണ്. ഇത് നീലാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നൊന്ന് കാണണം. എന്നാലേ ഇത് നമുക്ക് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവൂല. അതുപോലത്തെയാണ്. കണ്ട ശിവ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ശിവക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശിവ, അല്ലേ? ഓക്കെ അല്ലേ ശിവ? ഉറങ്ങാണാ? ഇതാണ് ഞങ്ങൾ ഇനി 4 ദിവസം താമസിക്കാൻ പോണ വീട്. വാടാ. എങ്ങനെയുണ്ട്? സെറ്റല്ലാ? അടിപൊളി മുറി കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ മുറി. ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട്
പിന്നെ എവിടെ ചെന്നിട്ടാടാ പൊട്ട ബാത്റൂം വെറുതെ അടിച്ചോരൊന്നും വിടുകയാണ്. എവിടെ ചെന്നിട്ടാടാ പൊട്ട മൂന്നാറ് എന്നപ്പോ അത് പൊട്ട ബാത്റൂം ആയിരിക്കും. ഇതിപ്പോ നല്ല അടിപൊളി സ്ഥലമല്ലേ. ഇനിയിപ്പോൾ അടുത്ത് ശിവനെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വേണം ശിവനെ ഇനി അടുത്തൊരു യാത്ര കൊണ്ടുപോകാൻ. അവൻ്റെ അച്ഛൻ വന്നിട്ട് വേണം പാസ്പോർട്ട് എടുക്കാൻ, എന്നിട്ട് വേണം നമുക്ക് പോകാൻ. വേണ്ട വേണ്ട, അത് ID കാർഡ് മാത്രം മതി. ഫുഡ് ദേ ഇതാണ് ഫുഡ്. എന്തുമില്ല പപ്പടമാണെന്നോ? മീൻകറി കൊള്ളാം. ഞാനൊരു കഷ്ണം മാത്രം എടുത്തോളൂ. മീൻകറി, പരിപ്പ് കറി, എന്തൊക്കെയാണ് മീൻകറി, പരിപ്പ് കറി, തൈര്, അച്ചാർ, പപ്പടം അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ കുടിച്ച് അതേത് സ്ലൈസ് ചെയ്ത് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ശിവൊക്കെ അല്ലേ സെറ്റല്ലേ? അതെടുത്തോ, നല്ല അത് ഒരുമിച്ച് കൂട്ടി കുഴക്കണം, അത് അപ്പോഴാണ് ടേസ്റ്റ്. കഴിച്ചു നോക്കിയേ അങ്ങനെയുണ്ട്. അത് ഒരുമിച്ച് കഴിക്കണം നല്ല ടേസ്റ്റ് കേട്ടാ. എങ്ങനെയുണ്ട് ഫുഡ്? ഇത്രയും നല്ല മീൻകറി നീ കഴിച്ചിട്ടില്ലെന്നാ? അപ്പൊ സീനമാമയൊക്കെ ഉണ്ടാക്കണ ജയമാമയൊക്കെ ഉണ്ടാക്കണ അടിപൊളി മീൻകറിയാണല്ലോ. ആ മുഴുവൻ കൂട്ടി കഴിക്കണേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണേ. അപ്പോൾ കഴിച്ചാൽ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് പോകും കേട്ടോ. അല്ല ശിവാ? തലയും കുത്തി വീഴില്ല കേട്ടാ. ഞാൻ കേൾക്കൊന്നുമില്ല, ഉറങ്ങിക്കോട്ടാ. അയ്യോ ശിവനെ ചെറുതിലേ പോലും ഈ തൊട്ടിലിട്ട് ആട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ മുന്നേ, പക്ഷെ 6 മാസം വരെ തൊട്ടിലാട്ടിയിട്ടുണ്ട്. വാവോ ആ പാട്ടാണ് പാടിയിരുന്നത്. വാവോ അമ്മയുടെ പൊന്നാണ അമ്മയുടെ തത്തരേണ അങ്ങനെയാണ് പാടിയിരുന്നത്. എന്തായാലും മഴ പെയ്തു തുടങ്ങി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. ശിവ കയറ്. അത് ഞാൻ അവിടെ ഇട്ട് അത് എടുക്കണ്ട കുഞ്ഞാ. മഴയത്തൊക്കെ നടന്നു കഴിഞ്ഞാലേ പനി വല്ലതും വന്നാലേ പണിപ്പാളും. അപ്പം ഞങ്ങൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ, വൈകിട്ട് സൈറ്റ് സീയിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാ ഇതുപോലെ ഒരു ബാഗി പാൻറ്റും അതേ ഒരു ഡ്രസ്സും. ആൾക്കാർ വിചാരിക്കും ഇവൻ എനിക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ട് തരണമെന്നല്ല, ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ച ചായ കുടിച്ചിട്ട് വേണം അവന് പുറത്തോട്ട് പോകാൻ. അപ്പോൾ അതുകൊണ്ട് വേഗം കുടിപ്പിക്കാൻ വേണ്ടി ഇത് കൊണ്ടു തന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാട്ടിത്തരാം കേട്ടോ. ഭയങ്കര കാറ്റാണ്, നല്ല സുഖന്നേ. ഞാൻ പിന്നെയും പറയുന്നു, എല്ലാവരും ഒരു തവണയെങ്കിലും നമ്മുടെ ലക്ഷദ്വീപിൽ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇത്രയും അടിപൊളിയാണ്. അപ്പോൾ നീവ ചേച്ചിക്ക് ശരിക്കും ഇത് മിസ് ചെയ്യും, കാരണം അത്ര നല്ല അടിപൊളി സ്ഥലവും. അപ്പം ഇനി സ്ഥലമൊക്കെ കാണാം. ഓക്കെ, അടുത്ത് ഇത് നമ്മുടെ ഹൈസ്കൂള്. ഈ കോമ്പൗണ്ടിന്റെ ഉള്ളില് എല്ലാം ഒതുങ്ങും. ഇത് ശിവനെ പിടിച്ചോണ്ട് പോണ ഞങ്ങളുടെ ഗൈഡാണേ. ആള് ശിവനെയും പിടിച്ചോണ്ട് നടക്കുകയാണ്. ഞങ്ങളപ്പോൾ സൈറ്റ് സീയിങ്ങിന് വൈകുന്നേരം ഇറങ്ങിയാണ് കേട്ടോ. ശിവ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? സൂപ്പർ സ്ഥലമാണ് അല്ലേ? ഡീസലാണ് യൂസ് ചെയ്യണതെന്ന്. അപ്പോൾ ഇതിപ്പോൾ വേറെ ഏതോ ഒരു ഐലൻഡിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഡീസലൊക്കെ വെച്ചേക്കണമെന്ന്. ഡീസലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പെട്രോൾ 5 ലിറ്ററേ ഒരു വണ്ടിക്ക് കൊടുക്കുകയുള്ളൂ എന്ന്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് അതിശയായിപ്പോയി. വെള്ളത്തിൽ ചടിയെ നീന്താൻ പറ്റുമെന്ന്? ഇത്രയും ആഴമുള്ള വെള്ളത്തിലാണ്. ഓടറ കൈമ പിടിച്ച് നടന്നോവാ. ശിവ ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടാ. ശിവ കുറേ കാലം കഴിയുമ്പോൾ വലിയ ചെക്കനാവൂലേ, അപ്പോൾ ഓർക്കണം. എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ നമ്മുടെ ലക്ഷദ്വീപിൽ വന്നിരുന്ന് ഇതൊക്കെ ഞാൻ കണ്ടിരുന്ന് എന്നൊക്കെ പറയണം കേട്ടാ. ഇതൊരു ഫ്ലോട്ടിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടാ. ശിവതേ ആ ചേട്ടനെയും പിടിച്ചോണ്ട് നിൽക്കായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ അവൻ്റെ കൈ വിടണുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അനങ്ങുന്നുണ്ട്, ഭയങ്കര അനക്കൊന്നുമില്ല കേട്ടാ. അടിപൊളി സ്ഥലം, നല്ല സ്ഥലം. വലിയൊരു ഷിപ്പാണത്. തൈശി ഇവിടെ സന്തോഷമാണ് കേട്ടാ എനിക്ക് ഏറ്റവും വലുത്. കാരണം അവനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ
ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല BMW, ആ അവിടെയാണ് റെന്റ് ബൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അടുത്ത സ്ഥലത്ത് ശിവ എങ്ങനെയുണ്ട്? നിനക്ക് വെള്ളത്തിൽ കളിക്കണതാണോ ഇഷ്ടം? നാളെ വെള്ളത്തിൽ കളിപ്പിക്കാം കേട്ടാ, വെള്ളത്തിൽ ഫുള്ള്. അവിടെ കാണിച്ചതാ. അടുത്ത സ്ഥലത്തോട്ട് വന്നേക്കാണ് കേട്ടത്. ശിവയുടെ നടക്കണുണ്ട്. അവൻ എന്തൊക്കെയൊക്കെ നോക്കി നടക്കണം. അവൻ നടക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയാണ് ഓരോരോ സംശയങ്ങൾ. ഈ കടലെന്താണ് ഇങ്ങനെ, അടിയിലെന്താണ് കാണുന്നത്? സംശയത്തിന്റെ പെരും മഴയായിരുന്നു. അതൊന്നും വേണ്ട ശിവ, തലയും കുത്തി വീണ എന്ത് ചെയ്യും? ആ ആ ഇതൊക്കെ നിന്റെ അച്ഛൻ കാണൂട്ടാടാ. ആ ആ അച്ഛനുണ്ടെങ്കിൽ നിന്നെ ഓട്ടിക്കും. കാണും അച്ഛൻ കാണും. അച്ഛനെ എല്ലാം സീക്രട്ടായിട്ട് കാണുന്നതാണ്. വൈകിട്ടായപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. വന്ന പാടെ ശിവക്ക് ഇവിടെ കയറണം. ശിവക്കാണെങ്കിലേ എവിടെയും പോയിട്ടും ശിവ പറയണത് നമുക്ക് കോട്ടേജിൽ പോവാന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ നിൽക്കണ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ മതിയെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നടക്കാണ്ട് തിരിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്ന് വിശക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു അവന് ഷവർമയും ഞാനൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇത്ര നേരം വിശക്കണ്. അവൻ ഉറക്കം വന്നി രാവിലെ എഴുന്നേറ്റാന്ന്. എവിടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാതിരാത്രി അവൻ ഉറങ്ങണമെങ്കിൽ അവനാണ് ഇവിടെ വന്നിട്ട് വിശക്കണ് ഉറക്കം വന്നി. 7 മണിയായപ്പോൾ ഉറക്കം വന്നൊക്കെ. പക്ഷെ ഇവിടെ 7 മണിയായിട്ടില്ലേ, ഇവിടെ നോക്കി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് അസ്തമിച്ചിട്ടുള്ളൂ. നമ്മുടെ അവിടുത്തെ ഒരു 5:45 അല്ല 6 മണിയൊക്കെ ആ ഒരു ടൈം. ഞങ്ങളുടെ ഇപ്പുറം കോട്ടേജിലൊക്കെ മലയാളീസാണ് കേട്ടോ ഉള്ളത്, കോഴിക്കോട് കണ്ണൂരൊക്കെ ഉള്ളത്. അപ്പോൾ ആ ലൈറ്റ് ഇട്ടേക്കണ ഇതാണ് ഞങ്ങളുടെ. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി, അതാണ്. ഇവിടെ കിടന്ന് പെരുകനുണ്ട് അവൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ കൊടുക്കണം. ഇത് ഫസ്റ്റ് ഡേ ആണ് ശിവട ലക്ഷദ്വീപിൽ. എന്താണ് അഭിപ്രായം? കൊള്ള അത്ര ഉള്ള അടിപൊളി സൂപ്പർ അങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത്. ഇനി മണ്ണ് കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കുമ്പോൾ കാണാം. അവന് ഇത് തന്നെയാണ്. ആ ബീച്ചിൽ പോയിട്ട് മണ്ണ് വെച്ച് ഇങ്ങനെ പീച്ചിക്കൂട്ടി എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കണ്ട്. പിന്നെ എനിക്ക് മടുത്ത് അത് കുറേ നേരം ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ഡേ, ഇന്നിപ്പോൾ 26th ആണ്, നാളെ 27th ആണ്. നാളെ ശിവയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വ്ലോഗ് ഞാൻ പിറ്റേ ദിവസം എനിക്ക് ഇടുന്നത്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവൻ്റെ ഒരു ആഗ്രഹമാണ് ബർത്ത്ഡേ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. അപ്പം അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് വന്ന് ആയിരുന്നു പോവേടെ. അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ലക്ഷദ്വീപിൽ വന്നാണ്, ഞാനും അവനും കൂടി. അപ്പം നാളെ വൈകിട്ട് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേക്കൊക്കെ. അപ്പോൾ ഇനിയിപ്പം നാളെ കാണാം ശിവയുടെ ബർത്ത്ഡേ. ലക്ഷദ്വീപിൽ ശിവയുടെ 9th ബർത്ത്ഡേ. ശിവ വന്നേടാ. അപ്പം ഇനി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാൻ പറ്റുന്നത് ലക്ഷദ്വീപിലെ ശിവയുടെ 9th ബർത്ത്ഡേ ആണ്. ശിവയുടെ ബർത്ത്ഡേ വ്ലോഗ് ലക്ഷദ്വീപ്. ഓക്കെ, ബൈ. മപ്പൂതപ്പേ മൂടാ